വിശുദ്ധ ലൂക്ക എഴുതിയ സുവിശേഷം 1-ാം അധ്യായം 5 മുതൽ 7 വരെയുള്ള തിരുവചനങ്ങൾ. ഹെറോദസ് യൂദയ രാജാവായിരുന്ന കാലത്ത് അബിയായുടെ ഗണത്തിൽ സക്കറിയ എന്ന ഒരു പുരോഹിതനുണ്ടായിരുന്നു. അഹ്റോന്റെ പുത്രന്മാരിൽപ്പെട്ട എലിസബത്ത് ആയിരുന്നു അവന്റെ ഭാര്യ. അവർ ദൈവത്തിന്റെ മുൻപിൽ നീതിനിഷ്ഠരും കർത്താവിന്റെ കൽപ്പനകളും പ്രമാണങ്ങളും കുറ്റമറ്റ വിധം അനുസരിക്കുന്നവരുമായിരുന്നു. അവർക്ക് മക്കളുണ്ടായിരുന്നില്ല. എലിസബത്ത് വന്ധ്യയായിരുന്നു. 13-ാം തിരുവചനം. ദൂതൻ അവനോട് പറഞ്ഞു, സക്കറിയ, ഭയപ്പെടേണ്ട, നിന്റെ പ്രാർത്ഥന കേട്ടിരിക്കുന്നു. നിന്റെ ഭാര്യ എലിസബത്തിൽ നിനക്ക് ഒരു പുത്രൻ ജനിക്കും. നീ അവന് യോഹന്നാൻ എന്ന് പേരിടണം. 18 മുതൽ 19 വരെയുള്ള വാക്യങ്ങൾ. സക്കറിയ ദൂതനോട് ചോദിച്ചു, ഞാനിത് എങ്ങനെ അറിയും? ഞാൻ വൃദ്ധനാണ്, എൻ്റെ ഭാര്യ പ്രായം കവിഞ്ഞവളുമാണ്. ദൂതൻ മറുപടി പറഞ്ഞു, ഞാൻ ദൈവസന്നിധിയിൽ നിൽക്കുന്ന ഗബ്രിയേലാണ്. നിന്നോട് സംസാരിക്കാനും സന്തോഷകരമായ ഈ വാർത്ത നിന്നെ അറിയിക്കാനും ഞാൻ അയക്കപ്പെട്ടിരിക്കുന്നു. യഥാകാലം പൂർത്തിയാകേണ്ട എൻ്റെ വചനം അവിശ്വസിച്ചതുകൊണ്ട് നീ മൂകനായിത്തീരും. ഇവ സംഭവിക്കുന്നതുവരെ സംസാരിക്കാൻ നിനക്ക് സാധിക്കുകയില്ല. ഈ വചനഭാഗം നാം ധ്യാനിക്കുമ്പോൾ ഞാനിതെങ്ങനെ അറിയും എന്ന് ചോദിച്ചുകൊണ്ട് സക്കറിയ അവിശ്വാസം പ്രകടിപ്പിക്കുകയും അവിടെ അദ്ദേഹത്തിൻ്റെ സംസാരശേഷി നഷ്ടപ്പെടുകയും ചെയ്യുകയാണ്. ഒരു ചിന്ത. സക്കറിയ ദൈവസന്നിധിയിൽ നിൽക്കുന്ന ഒരു പുരോഹിതനാണ്. ജനമെല്ലാം അവനെ കാത്ത് വെളിയിൽ നിൽക്കുകയാണ്. അപ്പോൾ തൻ്റെ മുൻപിൽ നിൽക്കുന്ന ഒരു ദൈവദൂതനാണ് എന്ന് ചിന്തിക്കുവാനുള്ള വിവേകം അദ്ദേഹത്തിനുണ്ട്. കൂടുതൽ നൽകപ്പെട്ട ആളിൽ നിന്നും ദൈവം കൂടുതൽ ആവശ്യപ്പെടും. വചനം വായിക്കുമ്പോൾ ലൂക്ക 1:17 പിതാക്കന്മാരുടെ ഹൃദയങ്ങളെ മക്കളിലേക്കും അനുസരണമില്ലാത്തവരെ നീതിമാന്മാരുടെ വിവേകത്തിലേക്കും തിരിച്ചുവിടാനും സജ്ജീകൃതമായ ഒരു ജനത്തെ കർത്താവിനു വേണ്ടി ഒരുക്കുവാനും ഏലിയായുടെ ചൈതന്യത്തോടും ശക്തിയോടും കൂടെ അവൻ കർത്താവിൻ്റെ മുൻപേ പോകും. സ്നാപയോഹന്നാനെ ഏലിയ പ്രവാചകനുമായി താരതമ്യപ്പെടുത്തുന്നത് ബൈബിളിലുള്ള കാര്യമാണ്. അതിൻ്റെ ഒരു സൂചന പഴയ നിയമത്തിലെ അവസാനത്തെ പുസ്തകമായ മലാക്കി പ്രവചനത്തിലുണ്ട്. മലാക്കി 4:5 മുതൽ 6 വരെയുള്ള തിരുവചനങ്ങൾ. കർത്താവിൻ്റെ മഹത്വം ഭീതിജനകവുമായ ദിവസം വരുന്നതിന് മുമ്പ് പ്രവാചകനായ ഏലിയായെ ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് അയക്കാം. ഞാൻ വന്ന് ദേശത്തെ ശാപം കൊണ്ട് നശിപ്പിക്കാതിരിക്കേണ്ടതിന് അവൻ പിതാക്കന്മാരുടെ ഹൃദയം മക്കളിലേക്കും മക്കളുടെ ഹൃദയം പിതാക്കന്മാരിലേക്കും തിരിക്കും. മലാക്കി അവസാനിപ്പിച്ചിടത്തു നിന്നും പുതിയ നിയമം ആരംഭിക്കുന്നത് കാണാം. ഏലിയായുടെ ചൈതന്യം എന്നാണ് സ്നാപയോഹന്നാനെ ബൈബിൾ വ്യാഖ്യാനിക്കുന്നത്. രണ്ടാമത്തെ ചിന്ത. സക്കറിയായ്ക്ക് സംഭവിച്ച ഒരു സഹനമാണ്. സഹനം കഴിഞ്ഞാൽ ഒരു കൃപയുണ്ട്. ഇത് മാതാവിൻ്റെ ജീവിതത്തിലും യേശുവിൻ്റെ ജീവിതത്തിലും നമുക്ക് കാണാം. നമ്മൾ കർത്താവിൻ്റെ നാമത്തിലാണ് ഒത്തുചേരുന്നത്, പ്രാർത്ഥിക്കുന്നത്. കർത്താവിൻ്റെ നാമമാണ് ഏറ്റുപറയുന്നത്. കർത്താവിൻ്റെ നാമത്തിലാണ് മുട്ടുകൾ മടക്കുന്നത്. അപ്പോൾ കർത്താവിൻ്റെ നാമത്തെ എന്തുമാത്രമാണ് ദൈവം ഉയർത്തിയത്. പരിശുദ്ധ മറിയത്തിൻ്റെ സഹനം അനുഗ്രഹമായി മാറി. പരിശുദ്ധ മറിയത്തെ ഭാഗ്യവതി, സ്ത്രീകളിൽ അനുഗ്രഹീത എന്ന് നാം വിളിക്കുന്നു. സക്കറിയായുടെ സഹനം കഴിഞ്ഞപ്പോൾ സക്കറിയായ്ക്ക് കൃപയുണ്ടായി. ലൂക്ക 1:25 മനുഷ്യരുടെ ഇടയിൽ എനിക്കുണ്ടായിരുന്ന അപമാനം നീക്കിക്കളയാൻ കർത്താവ് എന്നെ കടാക്ഷിച്ച് എനിക്കിത് ചെയ്തു തന്നിരിക്കുന്നു എന്ന് എലിസബത്ത് പറയത്തക്ക വിധത്തിൽ കൃപയുണ്ടായി. എല്ലാം നമുക്ക് ദൈവം ഒരുക്കുന്ന വഴികളാണെന്ന് മനസ്സിലാക്കി ജീവിക്കുവാൻ നമുക്ക് സാധിക്കട്ടെ. നമുക്ക് മാതാവിൽ നിന്ന് നല്ല ഒരു ക്രിസ്മസ് സമ്മാനം ലഭിക്കട്ടെ എന്ന് ആശംസിക്കുന്നു.